ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. പറയൂ സ്വാഗതം. സ്വാഗതം പറയാം അമ്മേ. സ്വാഗതം. സോ അപ്പൊ നമ്മള് അങ്ങോട്ട് നടക്ക്. ഇനി നമ്മൾ എവിടെയാ പോകുന്നതെന്ന് പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പം ഒരു ഗർഭിണിയെ കാണിച്ചില്ലായിരുന്നു ഞങ്ങൾ മുപ്പേച്ചിന്. അപ്പോൾ അവരുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ തന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാവേനെ കാണാൻ വേണ്ടി പോവാണ് ഗൈസ് വരുന്ന വൈകിട്ട് ഒരു ചതുരത്തിലുള്ള കിണർ. പക്ഷെ അതാണ് നമ്മളെ വഴി എന്ന് പറയുന്നത്. അമ്മ പോകുന്നത് വീട്ടിലേക്കുള്ള നടക്കുന്ന വഴികളാണിത്. ഞങ്ങൾ പണ്ട് ചെറിയടത്തൊക്കെ ഇതുവഴിയെല്ലാം ഓടി നടന്നിരുന്നത് ഇതുവഴി. അതായത് ഇതുവഴി. അപ്പം ഞാൻ നേരത്തെ കാലത്തെ അവിടെ നിന്ന് ഇറങ്ങി. എല്ലപ്പോൾ നേരം വൈകി വരുന്നതുകൊണ്ട് എൻ്റെ അമ്മ എനക്കിട്ടൊരു പണി തന്ന് എന്നെ അവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. യാ സാധാരണ ഞാൻ എൻ്റെ കൂടെ ആര് വന്നാലും ഓരോ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കാണ്ട്. അങ്ങനെ എനിക്കിന്ന് പണി കിട്ടി. അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള വഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഗീതേച്ച് അവിടെ കുഞ്ഞിൻ്റെ തുണികളൊക്കെ അലക്കിയിടുന്നുണ്ട്. അത് കാണാം. ഇതാണ് ഇവരെ ഗീതേച്ച് കയറി വരുമ്പം തന്നെ എന്താ തള്ളി മറിക്കുന്നുണ്ട്. നിങ്ങളെന്നാ എന്ത് കളത്ര പറയുന്നേ? ഈ ഗീതേശ് എപ്പം തള്ളും ഗൈസ്. ഇപ്പം വീണ്ടും തള്ളുക. ഇവിടെ പട്ടിക്കുട്ടികളുണ്ട്. ആടെടുത്തു. ഹായ് പറയൂ ഗീതേശ്. ഗീതേച്ചിക്ക് വിഷമം തയ്ച്ച പോലെ ഒരുങ്ങാണ്ട് വീഡിയോയിൽ വരാത്ത ആളാണ്. അപ്പോൾ ഒരുങ്ങാണ്ട് വന്നേള വിഷമമുണ്ട്. നമുക്ക് ഇവിടുത്തെ അതിഥികളെ കാണാം. എന്റെ പേരെന്താ? ഹലോ ടോമി, ഹൗ ആർ യു? ഹായ് ടോമി. ടോമി സോയിലാണ് കുറച്ച്. ഇപ്പൊ നിന്ന് സുന്ദരനാളെ കാണാൻ. അതുകൊണ്ട് ഫോട്ടോ ഫോൺ കണ്ടിട്ട് സൗണ്ടിലാണ് നിൽക്കുന്ന നോക്കടോ. ഗുഡ് ബോയ്. ഞാള് വരുത്താ. ഇതാണ് ഗിതേച്ചിയുടെ വീട്. പ്രത്യേക വന്നിട്ടില്ല അവിടെ. ഓക്കെ, പണി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല. കുഞ്ഞന്റെ ഏട്ടൻ അങ്ങോട്ടേക്ക് ഭയങ്കര കുറവാ. അങ്ങനെ പറയല്ലേ നീ അടിക്കുന്ന മധുരം ഇടണ്ടാന്ന് പറയാൻ മറന്നുപോയി. എനിക്ക് ഞാൻ ഷുഗർ കട്ടാ. സഹായ മനസ്കതയാണ്. വന്നപ്പോഴേ ഡ്രസ്സെല്ലാം മടക്കി വെച്ചു കൊടുക്കുക. മാവിയുടെ കുപ്പായം ഇതാ നമ്മൾ ആദ്യമോൻ. നമുക്ക് ആദ്യമോനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അല്ലാതെ വരുന്നുണ്ട്. അത് അതിന്റെ കുഞ്ഞുമാവുണ്ടായിട്ട് അതിന്റെ അഭിപ്രായം തന്നെ ഉണ്ട്. അതിന് സന്തോഷമാണ്. അതെന്ന് വിചാരിച്ച പെൺകുഞ്ഞാനോ ആൺകുഞ്ഞാനോ വിചാരിച്ച കള്ളസം പറഞ്ഞു. എല്ലാവരും പെൺകുട്ടികളെ ഓ മാത്രം ആൺകുട്ടി ഫസ്റ്റ് അങ്ങനെ വിചാരിച്ച് അതാണ് കേട്ട് അതങ്ങ് കേട്ട് ദൈവം അതങ്ങ് കേട്ടില്ലേ. ഇവര് പ്ലസ് ടു എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എത്ര വയസ്സ് അതെല്ലാം കണക്ക് പിടിക്കും. പ്ലസ് ടു എത്തുമ്പോഴത്തേക്ക് 10ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് വാവ എത്ര വലുതാവുന്നുണ്ട് അല്ലേ? ഇനി അങ്ങോട്ട് നോക്കണം. ക്യാമറ ഇങ്ങോട്ടാണ് മോനെ. ബിംബം വരുന്നത് ഇങ്ങനെ ചില്ലായി നിൽക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ നിപ്പിച്ച കുഞ്ഞിനെ നോക്കാൻ നിപ്പിച്ചതാ. എന്തായാലും എന്റെ അടുത്ത ഡ്യൂട്ടി കുഞ്ഞാ നോക്കുന്നില്ല ഡ്യൂട്ടി. പുതിയ ചേട്ടനായതിന്റെ മാറ്റം പറയും. ചേട്ടനായില്ലേ ഇപ്പൊ? ചേട്ടനായിട്ട് 10 ദിവസമായി ചേട്ടനായിട്ട്. 10 ദിവസം കൊണ്ടായി എനിക്കുണ്ടായ മാറ്റം എന്തല്ല. അതുവരെ ഇഞ്ഞാണല്ലോ അമ്മേന്റെ ചെറിയ ഏറ്റവും വലിയ മോനേനും. വലുതും ചെറുതലായിട്ട് ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ഒരു വാവ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം എന്താ? ഞാനൊരു ചേട്ടനായി, വലിയ പക്വതയുള്ള ചേട്ടനായി. വന്നിട്ടില്ല എനിക്ക്. ശരി. ഞാന് ആദ്യം പഠിച്ച കാര്യം തുണികളൊക്കെ മടക്കി വെക്കാൻ പഠിച്ചല്ലേ. പിന്നെ അലക്കാൻ പഠിച്ചു. ഇനി കുറച്ചും കൂടി വലുതായ കുഞ്ഞിനെ അപ്പിടിപ്പിക്ക, മൂത്രയിപ്പിക്ക.
ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മ മെലിഞ്ഞാ ചെയ്ത് കൊടുക്കേണ്ടത്. കാലം ഞാൻ അപ്പിടിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ. ട്രെയിൻ ചെയ്ത് കൊടുക്കണേ. പിന്നെ എല്ലാം എടുത്ത് അങ്ങോട്ടെല്ലാം വെച്ചെടുക്കും തുണിയിലായാല്. പിന്നെ ഓള് ഭക്ഷണം അയ്യോ ഇങ്ങോട്ട് നോക്കണ്ട. എന്താ കഴിക്കുമ്പോലോ നോക്കൂ, ചായ കുടിക്കുമ്പോ ചോറൊന്നും എടുത്തനാ കുറച്ച് ഇതാണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു മാറ്റങ്ങൾ. പക്ഷെ എനിക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഏട്ടനായതിന്റെ മാറ്റം ഒന്നും വന്നിട്ടില്ല. ഒരു മാറ്റം വന്നിട്ടില്ല. 10 ദിവസമായിട്ടല്ലേ ഉള്ളൂ അല്ലേ? എന്ത് ചോദിച്ചു. അതിന് നമുക്കൊരു വാവക്കൊരു 3 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി അപ്ഡേറ്റ് വീഡിയോസ് എല്ലാം നമുക്ക് നോക്കാം. എന്തെല്ലാം മാറ്റങ്ങളാണ് ആദ്യം മോന് വന്നത്, ആദ്യത്തെ ഒരു കുഞ്ഞിനുണ്ടായപ്പോ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞില്ലേ. എല്ലാരും ഇങ്ങനെ വാവനെ മാത്രം നോക്കും. എനിക്ക് ചെറിയൊരു അസുഖമൊന്നുമില്ല കണ്ട അതൊന്നും ഇല്ല പോലും. എന്റെ അമ്പോ വലിയതായില്ലേ. ഇച്ചിരി കൂടി ചെറുതാണെങ്കിൽ നല്ല ഉണ്ടാവും. അത് ഞാൻ നേരത്തെ കഥ പറഞ്ഞു. സന്ദീപല്ലേ ഇവിടെ പ്രസവിച്ചെടുക്കുമ്പോ പിടിച്ച മാന്തം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ഈ വാവയെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിനക്ക് ഉണ്ടാവില്ല. ഇനി വലിയ ചെക്കനല്ലേ, 8ാം ക്ലാസ്സിലെ വലിയ ചെക്കനല്ലേ. ഞങ്ങള് പ്രസവിച്ച പാടിന്റെ കയ്യില് കയ്യിലെത്തിക്കണം. ഇത്ര നല്ലൊരു ചേട്ടനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നമ്മളെ മെൽവിൻ നമ്മളെ മെൽവിൻ കുട്ടൻ്റെ മോനെ മെൽവിൻ ഈ വലുതാകുമ്പോ ഈ വീഡിയോ കാണുമ്പോൾ നോക്കിയിട്ട് എനിക്ക് ഇത്രയും നല്ലൊരു ചേട്ടനാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ അത്രയേറെ നന്നായി നോക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ ഒരു ചേട്ടൻ വരട്ടെ, മുഖത്ത് വരട്ടെ. അത് 2 വാക്ക് പറ. വാവ വലുതായിട്ട് വാവ കേൾക്കാൻ വേണ്ടി ചേട്ടൻ എന്തെങ്കിലും 2 വാക്ക് പറ. ഒരു ഉപദേശം കൊടുക്ക്. ആ വാവക്ക് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞ്. പ്രത്യേകിച്ച് വാക്കൊന്നുമില്ല. കാരണം അവന്റെ സ്നേഹം മൊത്തം ഉള്ളിൽ ഇങ്ങനെ വെച്ച് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുന്നു അല്ലെ, പ്രവർത്തികൾ കൊണ്ടേ പ്രകടിപ്പിക്കുന്നു. ഓക്കെ ഓക്കെ ഗായ്സ്, ഇനി കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. നമ്മള് ബേബിനെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. വാവേന്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ നമുക്ക് വാവേന്റെ ചേട്ടനോട് ചോദിച്ചേക്കാം. ചേട്ടാ വാവേന്റെ വീഡിയോ എടുക്കാവോ? ചേട്ടൻ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ പോയിട്ട് അമ്മയോട് ചേട്ടൻ ഇന്നലെ വന്നിട്ട് ഇല്ല കാരണമാവുന്നുണ്ട്. സൂര്യ വന്നത് എപ്പോഴും സൂര്യ ഉറങ്ങിയിട്ടില്ല. ഓടി എത്തിയതാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇന്ന് ഒരു 9:30 വരെ കിടന്നുറങ്ങി. അറക്കല് പോയോണ്ട് ക്ഷീണം. ഇവിടെ ഒരു നല്ല ഓറഞ്ച് പൂവുണ്ട്. നമുക്ക് ഇതിന്റെ കൊമ്പ് എടുക്കണം. പോകുമ്പോട്ടെ അമ്മ നടിലേക്ക് അങ്ങ് കൊണ്ടുവരും. അവിടെ എങ്ങനെ നടാം. നമ്മള് കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ചായ ഇവിടെ റെഡി ആയിട്ട്. സോ പൈപ്പാടി കൂട്ടാൻ ചായ അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുമ്പോൾ പരിപ്പുവടൊക്കെ നല്ല മുരിഞ്ഞ് ക്രിസ്പിയുള്ള പരിപ്പുവട ആയതുകൊണ്ട് തന്നെ കടിക്കുമ്പോഴുള്ള സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. സൂര്യ കഴിക്കുന്ന സൗണ്ട് മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഞാൻ വോയിസ് ഓവർ എടുക്കാൻ നേരിയത്. അപ്പോൾ ചായക്ക് മിക്സ്ചറും പരിപ്പുവടയും അതുപോലെ ബിസ്ക്കറ്റും എല്ലാം കൂടെ കൂട്ടി ചായ കുടിച്ചു. അമ്മ ഉണ്ടല്ലോ ഷുഗർ ആയതുകൊണ്ട് മധുരമായിട്ട് ചായ കുടിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പുറത്ത് നിന്നത് മധുരമുള്ള ഹൽവ. പിന്നെ എന്തിനാ മധുരം ചായ കുടിക്കുന്നത്? ഞാൻ ഷുഗർ കേട്ടാ. പക്ഷെ എനിക്ക് ദിവസവും ചായന്റെ ഒപ്പം 5 ലഡു വേണം.
ചായ കുടിക്കുമ്പോൾ നമ്മൾ മുത്തുവച്ചിൻ്റെ ഫോട്ടോ നോക്കിയത് പണ്ടത്തെ 20കാരി നോക്കി നോക്ക് ആ ഒരു സാരി ഉടുക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയായിരുന്നു. പണ്ട് ഇങ്ങനെയാണല്ലോ ഫാഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ പോവാണ് അല്ലേ, വാ പോയിട്ട് പിന്നെ വരാം. ബാക്കി ഗീത ചാട ഒളിച്ചിരിക്കുന്ന വീഡിയോ എടുക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ മറ്റൊരു എപ്പിസോഡ് കാണാം. അപ്പോൾ ഇതാരാ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു പെങ്ങളാണ്. അത് ആ പകുതി കാണുന്നത് ആ പെങ്ങളെ മോനാണിത്. മുത്തുവച്ചിനെ കാണാനാണ് നമ്മൾ വന്നത്. അതാണ് ഗീതേച്ചി വാ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ പോവാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ. വെറൈറ്റി ചെമ്പരത്തി പൂവുണ്ട് നോക്ക്, ഓറഞ്ച് ചെമ്പരത്തി, പിന്നെ വൈറ്റും പിങ്കും കളർ ചെമ്പരത്തി.